പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു സാപത്തിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്ന് അച്ഛനറിയാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഒരു ദൈവജനം അല്ലെങ്കിൽ ഇടവകയിലെ, രൂപതയിലെ അല്ലെങ്കിൽ ആഗോള സഭയിൽ ദൈവജനം എങ്ങനെ അനുഗ്രഹം പ്രാപിക്കപ്പെടുന്നു എന്നതാണ് ഇന്നത്തെ വിഷയം. അതിൽ നമ്മൾ കാണുന്നത് ലേവ്യരുടെ പുസ്തകം 24-23. അവിടെ വചനം പറയാണ്, മോശയോട് കർത്താവ് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ ജനം പ്രവർത്തിച്ചു. അപ്പോൾ ദൈവം നേരിട്ട് ഇസ്രായേൽ ജനത്തോടല്ല സംസാരിക്കുന്നത്, മോശയോടാണ്, നേതൃത്വത്തോടാണ്. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം 103:7 അവിടെ വചനം പറയാണ്, അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. അപ്പോൾ വഴികൾ കാണിച്ചു തരുന്നത് നേതൃത്വത്തിനാണ്. അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങൾ, ഇന്ന് ശരിക്കും ഈ പിശാചിൻ്റെ വലിയൊരു തന്ത്രമാണ് ഈ നേതൃത്വത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും ഇടയിൽ ഒരു വിള്ളലുണ്ടാക്കുക. അങ്ങനെ ഒരു വിള്ളലുണ്ടാക്കുക, ഇടയനെ അടിക്കുക, ആടുകൾ ചിതർന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിൻ്റെ കാര്യം ഇതാണ്. നേതൃത്വത്തിൽ നിന്നും ഈ ദൈവജനത്തെ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമൂഹം ശിഥിലീകരിക്കപ്പെടും. ഇത് പിശാചിനെ വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇന്ന് ഒരു പൗരോഹിത്യത്തിൽ ഭിന്നതയുണ്ടാക്കുക. മെത്രാൻ സംഘങ്ങളിൽ ശരിക്കും മെത്രാൻ സംഘത്തെ എതിർക്കുക, ദൈവജനം വികാരിച്ചിനെ എതിർക്കുക. അങ്ങനെ ഒരു പ്രത്യേകമായൊരു മറുതലിപ്പിൻ്റെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് ഒരു സഹോദരൻ വന്ന, അച്ഛാ എനിക്ക് എന്താണെന്ന് അറിയില്ല അച്ഛാ, എനിക്ക് ഈ അച്ഛന്മാരെല്ലാവരും എതിർക്കണം എന്ന് തോന്നുക. ഞാൻ ഒരു ഭാഗത്ത് ഞാൻ ചിന്തിക്കുമ്പോൾ ദൈവമേ എത്രയോ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ, പക്ഷെ എന്തെന്ന് അറിയില്ല അച്ഛാ, അച്ഛന്മാർക്ക് ഭയങ്കരമായൊരു എതിർപ്പ്. അതൊരു പിശാച് ബാധയായിട്ട് എനിക്ക് തോന്നുന്നു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ആ സഹോദരൻ അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിലും ഞാൻ അതിന് അടിമയാണെന്നും അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. നമ്മളുടെ പ്രിയ സഹോദരങ്ങൾ, ഇത് ഈ ഒരു സ്പിരിറ്റ്, പൗരോഹിത്യത്തോടുള്ള എതിർപ്പ്, സഭയോടുള്ള എതിർപ്പൊക്കെ ഉണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റാത്ത വിധം നമ്മൾ ബന്ധിക്കപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് നോക്കിയേ, ഇന്ന് നമുക്ക് ശരിക്കും ഈ ഒരു കർത്താവ് കൽപ്പിച്ചതുപോലെ, മോശയോട് കർത്താവ് കൽപ്പിച്ചതുപോലെ ഇന്നും പ്രിയ സഹോദരങ്ങളെ നേതൃത്വത്തോട് കർത്താവ് പ്രവർത്തിക്കുന്നത് പോലെ, അതൊരു ഇടവകയിലാകട്ടെ, ഇടവകയിൽ വികാരിച്ചനാണെങ്കിൽ രൂപതയിൽ അത് ഒരു മെത്രാനാണ്, അത് സഭയുടെ തലവൻ, മാർപ്പാപ്പ, ഇവരിലൂടെ ദൈവം പ്രവർത്തിക്കുമ്പോൾ അത് ശരിക്കും ഹൃദയം കൊണ്ട് അനുസരിച്ചാൽ മാത്രമാണ് പ്രിയ സഹോദരങ്ങളെ സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നമുക്ക് കിട്ടുള്ളൂ. തീർച്ചയായിട്ടും നേതൃത്വം നിരന്തരം പ്രാർത്ഥിക്കേണ്ടത് ദൈവവുമായിട്ടുള്ള കണക്ഷൻ. അതായത് ഒരു വികാരിച്ചൻ ഇടവക ജനത്തെ പ്രീതിപ്പെടുത്തുകയാണ് വികാരിച്ചൻ്റെ ലക്ഷ്യമെങ്കിൽ ആ വികാരിച്ച് വീണുപോകും. കാരണം എന്താണെങ്കിൽ ആ വികാരിച്ചനെ വിളിച്ചിട്ടുള്ളത് ദൈവമാണ്. ആ ദൈവത്തെ പ്രീതിപ്പെടുത്തണം, ഇടവക ജനത്തെ സ്നേഹിക്കണം, തെറ്റ് ചെയ്ത ശക്തമായ വിധത്തിൽ ശാസിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഇതന്നെയാണ് കുടുംബത്തിലെല്ലാം നമ്മുടെ റോൾ. ഇതാണ് ദൈവമായിട്ടുള്ള ബന്ധം ക്ലിയർ ആവണം. പിന്നെ ബാക്കിയുള്ളതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. നമ്മളെ ഒരു എഴുത്ത് നമ്മൾ എഴുതാറുണ്ടല്ലോ അല്ലെ, AMDG, ഫോർ ദ ഗ്രേറ്റ് ഗ്ലോറിഫിക്കേഷൻ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിന് നമ്മൾ ഓരോ കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അതെല്ലാം അഭിഷേകമായിട്ട് മാറും. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, എപ്പോഴും എന്നേക്കും. ആമേൻ.